ആവേശത്തിൻ്റെ ടൈം ഞാൻ റിലീസ് ആയതിനു ശേഷം അത് ഹിറ്റ് ആയതിനു ശേഷം ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരുന്നു. ഓൺലൈൻ മീഡിയസിലൂടെയും എല്ലായിടത്തും നല്ല ആക്റ്റീവ് ആയിരുന്നു. അപ്പം ആൾക്കാർ അതിന് ശേഷമാണ് ഒന്ന് ഭയങ്കരമായിട്ട് ഒന്ന് അറിയാൻ തുടങ്ങിയത്. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയുക? ശരിക്കും പറഞ്ഞാൽ സിനിമ കഥ പറയുമ്പോഴും സിനിമ വന്നപ്പോഴും വന്ന ശേഷമല്ല, ഡബ് ചെയ്യുമ്പോഴും ഒന്നും എനിക്കറിയില്ല ഈ ക്യാരക്ടറിന് ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഞാൻ ജിത്തുവിൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സിനിമ തുടങ്ങി ആദ്യത്തെ തൃശ്ശൂർ പേരൂർ ക്ലിപ്തം ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് ജിത്തു ഒരു പരസ്യത്തിന് വിളിക്കണേ, ഫുഡ്മാ എന്ന് പറഞ്ഞിട്ട്. അപ്പം അന്ന് ഞാൻ ആദ്യം 2016 ഞാൻ ജിത്തുവിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് രോമാഞ്ചത്തിന് വന്ന സമയത്താണ് പ്രിവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് ചേച്ചിക്കുള്ള ഒരു സിനിമ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എല്ലാവരും പറയാറുണ്ട്. അപ്പം നമ്മൾ വന്നു കഴിഞ്ഞിട്ടേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. സമയമായപ്പോൾ ജിത്തു വിളിച്ചു, ചെയ്തു. കഥ പറഞ്ഞപ്പോഴും ഡബ് ചെയ്യുമ്പോഴും ഒന്നും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തെ ഒരു നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്സവം തന്നെയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഭയങ്കര. പക്ഷെ അത് കഴിഞ്ഞിട്ട് സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്ത് ഇതുപോലെ അത്രയ്ക്കൊന്നും നമ്മളെ അറിയില്ല. നസ്രിയൊക്കെ എനിക്ക് അല്ലാതെ അറിയായിരുന്നു. പക്ഷേ പിന്നെ ഫാഹിദ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഷൂട്ടിൽ വന്നത്. ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നില്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വന്ന സമയത്ത് ഇതുപോലെ വണ്ടി ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ അമ്മ ഹാപ്പി അല്ലേ, അപ്പോഴെനിക്ക് മനസ്സിലായി ഈ ഡയലോഗിന് എന്തോ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് എന്നുള്ളത്. അതുവരെ ഇതിങ്ങനെ പറയുന്ന അപ്പം ഞാൻ ഈ ഒരു സെൻറ്റൻസേ ഉള്ളൂ പക്ഷേ അതിന് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ളത് ഫഹദ് അത് എടുത്തു പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി. അതേപോലെ തന്നെയാണ് പ്രസ് മീറ്റിന് എല്ലാവരും കംപ്ലീറ്റ് മീഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫഹദ് കയറി ഇങ്ങനെ വരുന്ന സമയത്ത് ഓട്ടി വന്നിട്ട് കെട്ടിപ്പിടിച്ചു, ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമുക്ക് നമ്മളെ തന്നെ ഒരു ഐഡൻറ്റിറ്റി, സ്വയം അഭിമാനം തോന്നുന്നൊരു സമയമായിരുന്നു. അത് കഴിഞ്ഞ് ശരിക്കും ആ ഒരു ഇതുകൊണ്ടാണ് ഇത്രയും മീഡിയ ശ്രദ്ധിക്കാൻ കാരണമായത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ദർശന ആവേശം കണ്ടിട്ടുണ്ട്. പിന്നെ ദർശനം മാത്രമല്ല, അതുവരെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും വൈറസ് ആയിരുന്നു അതുവരെയൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത്. പിന്നെ കെട്ടിയോളാണ് എൻ്റെ മാലാക, അത് കാരണമൊക്കെ വേറെ കുറേ സിനിമകൾ കണ്ടിന്യൂറ്റി അത് വേറെ വേറെ വന്നിരുന്നൊക്കെ അത് രണ്ടും എടുത്ത് പറയാനുള്ളത്. പക്ഷേ ഇത് കണ്ടിട്ട് ഒരാളൊന്നുമല്ല, എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വിദേശത്തു നിന്നൊക്കെ കോളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് പറഞ്ഞാൽ എവിടെ ചെന്നാലും എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി ഈ ഹാപ്പി അല്ലേ എന്നുള്ളത് കൊണ്ട് തന്നെ.